അപ്പോൾ നമ്മൾ ഡേ 2 ആണെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫർണിച്ചറിന് ആവശ്യമായിട്ടുള്ള പീസുകൾ മെഷർ ചെയ്ത് കട്ട് ചെയ്ത് ലേബൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഈ പീസസ് എല്ലാം ജോയിൻ ചെയ്യാൻ പോകും. അപ്പൊ അതിനു മുന്നേ നമ്മൾ എന്ത് ഫർണിച്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷെൽഫാണ്. ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഞങ്ങൾ ഡിസൈൻ ചെയ്ത ഫർണിച്ചർ ഉണ്ടാക്കാൻ ഒരുപാട് പണിയെടുക്കണം എന്നുള്ളത്. കുറച്ചധികം പസിലളിയാണ്. ചെയ്ത ഡിസൈൻ മാറ്റാൻ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിരുന്നില്ല. അതുകൊണ്ട് എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. നമ്മളിപ്പോ ചെയ്യാൻ പോണത് ഈ പാനൽസ് കണക്ട് ചെയ്യാനുള്ള ഹോൾസ് ഇടാണ്. നമ്മൾ ഈ പാനൽസ് എല്ലാം കണക്ട് ചെയ്യാൻ പോകുന്നത് ബ്രിസ്ക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോൾസ് ഇടുന്നത്. ഈ ഹോൾസ് ഇടുമ്പോൾ കറക്റ്റ് മെഷർമെന്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ പാളാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ദിവസം ഇത് മാത്രമാണ് ചെയ്യാൻ പറ്റിയത്. ഫസ്റ്റ് പീസ് ഇങ്ങനെയാണ് വരിക അല്ലേ? ഇവിടെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും ഒരുപാട് ഫർണിച്ചേഴ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പലരും ഇവിടെ ഓരോ സൈഡിലായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം പാനൽസ് ഒക്കെ ഞങ്ങൾ ഹോൾ ഇട്ട് കറക്റ്റ് ആണോ നോക്കി മാറ്റി വെച്ചു. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നാളെ കാണാം.